ആകാശ് ജനിച്ചു വളർന്നത് ഒരു സാധാരണ നാട്ടിൻപുറത്തായിരുന്നു. പച്ചപ്പും പാടങ്ങളും നിറഞ്ഞ ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലായിരുന്നു അവൻ്റെ താമസം. പുലർച്ചെ പാടത്തു നിന്നും ഉയരുന്ന മണ്ണുപുരണ്ട കാറ്റും വൈകുന്നേരത്തെ അമ്പലമുറ്റത്തെ പ്രാർത്ഥനകളും അവൻ്റെ ബാല്യത്തിൻ്റെ ഭാഗമായിരുന്നു. അച്ഛനും അമ്മയും വെയിലത്തും മഴയത്തും പണിയെടുത്താണ് അവനെ പഠിപ്പിച്ചത്. അവരുടെ പരുക്കം കൈകൾ അവന് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ കരുതലായിരുന്നു. പഠനത്തിൽ എന്നും മുൻപന്തിയിലായിരുന്ന ആകാശിന് തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. ആദ്യമായി നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് മാറുമ്പോൾ അവൻ്റെ ഉള്ളിൽ അല്പം ഭയവും അതിലേറെ പ്രതീക്ഷകളുമായിരുന്നു. ഗ്രാമത്തിലെ നിശബ്ദതയിൽ നിന്നും നഗരത്തിൻ്റെ ഹോൺ മുഴക്കങ്ങളിലേക്കുള്ള ആ മാറ്റം അവനെ പരിഭ്രമിപ്പിച്ചു. എങ്കിലും മഹാരാജാസിൻ്റെ ആ വലിയ ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവിടെയുള്ള മരങ്ങളും ചുവരുകളും അവനോട് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. ആ ചുവന്ന കെട്ടിടങ്ങൾക്കും തണൽ മരങ്ങൾക്കും പറയാൻ ഒട്ടേറെ പ്രണയകഥകളും വിപ്ലവ ഗാനങ്ങളും ഉണ്ടായിരുന്നു. ക്യാമ്പസിലെ ഓരോ തണൽ മരവും ഓരോ ചരിത്രമായിരുന്നു. അവിടെ വെച്ചാണ് അവൻ മീരയെ ആദ്യമായി കാണുന്നത്. ഒരു കർക്കിടക മാസത്തിലെ മഴയുള്ള ദിവസം. ആകാശം ഇരുണ്ടു നിറഞ്ഞ ആ ഉച്ചനേരത്ത് ലൈബ്രറിക്ക് മുന്നിലെ വരാന്തയിൽ നിൽക്കുമ്പോൾ മഴയുടെ സംഗീതം ആസ്വദിക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് ധൃതിയിൽ വന്ന മീര വരാന്തയിലെ നനവിൽ വഴുതി വീഴാൻ പോയത്. ആകാശ് സമയോചിതമായി ഓടിച്ചെന്ന് അവളെ പിടിച്ചു. അവളുടെ പുസ്തകങ്ങൾ നിലത്ത് ചിതറി വീണു. അവളുടെ കണ്ണുകളുടെ നടുക്കം മെല്ലെ ഒരു പുഞ്ചിരിക്ക് വഴിമാറി. താങ്ക്സ് എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് അവൾ നടന്നുപോയപ്പോൾ ആകാശിൻ്റെ ഉള്ളിൽ ആദ്യമായി ഒരു അനുരാഗത്തിൻ്റെ വിത്ത് മുളപൊട്ടി. ആ നിമിഷം അവൻ്റെ ജീവിതം എന്നേക്കുമായി മാറുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ക്യാമ്പസിലെ ഓരോ കോണിലും ആകാശ് മീരയെ തിരഞ്ഞു. വലിയ ക്ലാസ് മുറികൾക്കും ഇടനാഴികൾക്കുമിടയിൽ അവളുടെ ഒരു നോട്ടത്തിനായി അവൻ കാത്തിരുന്നു. മീര സാമ്പത്തികമായി ഒരു ഉന്നത കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. അവളുടെ വസ്ത്രധാരണത്തിലും നടപ്പിലും ആ പ്രതാപം നിലഴിച്ചിരുന്നു. എങ്കിലും അവളുടെ ലാളിത്യം ആകാശിനെ വല്ലാതെ ആകർഷിച്ചു. അവൾ മറ്റുള്ളവരെ പോലെ അഹങ്കാരമില്ലാത്തവളായിരുന്നു. സാവധാനം അവർ പരിചയപ്പെട്ടു. മഹാരാജാസിലെ പടർന്നു പന്തലിച്ച മരച്ചുവട്ടിലിരുന്നും കുളപ്പടവിലിരുന്നും അവർ സംസാരിച്ചു തുടങ്ങി. നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ കേൾക്കാൻ മീരയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. കൊയ്ത്തുപാടങ്ങളെക്കുറിച്ചും മഴക്കാലത്ത് തോട് കരകവിയുന്നതിനെക്കുറിച്ചും ആകാശ് വാചാലനായി. തൻ്റെ വീടിനെക്കുറിച്ചും അവിടുത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അവൻ ഒളിച്ചുവെക്കാതെ അവളോട് തുറന്നു പറഞ്ഞു. തൻ്റെ അച്ഛൻ്റെ കൈത്തഴമ്പിനെക്കുറിച്ചും അമ്മയുടെ കണ്ണീരിനെക്കുറിച്ചും കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ആശ്വസിപ്പിച്ചു. സാമ്പത്തികമൊന്നുമല്ല ആകാശ്, മനസ്സിൻ്റെ നന്മയാണ് ഏറ്റവും വലുത്. നിന്റെ അധ്വാനമാണ് നിന്റെ മഹത്വമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവന് വലിയ ആശ്വാസം തോന്നി. പതിയെ അവരുടെ സൗഹൃദം ആഴത്തിലുള്ള പ്രണയമായി മാറി. വൈകുന്നേരങ്ങളിൽ മറൈൻ ഡ്രൈവിലെ കടൽക്കാറ്റേറ്റ് അവർ നടന്നു. തിരമാലകളുടെ താളത്തിനൊപ്പം അവർ തങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ നെയ്തു. അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ജോലിയും പരസ്പരം താങ്ങായി നിൽക്കുന്ന സമാധാനമുള്ള ഒരു ജീവിതവും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ പ്രണയകാലം അവർക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു. പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുമ്പോഴും ആകാശിന്റെ ഉള്ളിൽ ഒരു കനൽ പോലെ പേടി എരിഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ വീട്ടിലെ ദാരിദ്ര്യവും മീരയുടെ കുടുംബത്തിന്റെ പാരമ്പര്യ പ്രതാപവും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ലെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. മീരയുടെ അച്ഛൻ നഗരത്തിലെ എല്ലാവരും ഭയഭക്തിയോടെ നോക്കുന്ന ഒരു ബിസിനസ് ഭീമനാണ്. തൻ്റെ മകൾ ഒരു സാധാരണക്കാരനെ പ്രണയിക്കുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കില്ലെന്ന് ആകാശ് ഉറപ്പിച്ചു. എന്നാൽ മീരയുടെ വാക്കുകൾ അവന് ധൈര്യം നൽകി. നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. പണമല്ല ജീവിതമെന്ന് കാലം തെളിയിക്കും ആകാശ് എന്നവൾ അവനെ സമാധാനിപ്പിച്ചു. കോളേജ് പഠനം കഴിഞ്ഞതോടെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ കാലെടുത്തു വെച്ചു. ആകാശ് ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. മീരയുടെ വീട്ടിൽ വിവാഹാലോചനകൾ സജീവമായി തുടങ്ങിയിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ ആകാശ് മാനസികമായി തകർന്നുപോയി. അവൻ മീരയെ കാണാൻ ചെന്നു. നമുക്ക് നിന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ എന്നവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മീര അതിന് സമ്മതിച്ചു. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. മീര തന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ തുറന്നു പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അവളുടെ അച്ഛൻ്റെ കോപം ആ വീടിനെ നടുക്കി.
അദ്ദേഹം അവളെ ക്രൂരമായി മർദ്ദിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു. ഒരു സാധാരണക്കാരന് എൻ്റെ മകളെ വിട്ടുകൊടുക്കില്ല, അത് എൻ്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം ആക്രോശിച്ചു. ആകാശിനെ ഒതുക്കാൻ അദ്ദേഹം തൻ്റെ സ്വാധീനം ഉപയോഗിച്ചു. ആകാശിനെ തേടി ഗുണ്ടകൾ എത്തുകയും അവർ അവനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ വേദനയാൽ പുളയുമ്പോഴും അവൻ്റെ മനസ്സ് മീരയെക്കുറിച്ചായിരുന്നു. മീരയാകട്ടെ വീട്ടിൽ നിരാഹാരമിരുന്ന് തൻ്റെ പ്രതിഷേധം അറിയിച്ചു. അവസാനം പ്രണയത്തിനായി എന്തും തയ്യാറായ അവൾ ഒരു നിർണായക തീരുമാനമെടുത്തു. സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ച് ആരും കാണാതെ ഒരു ദിവസം അർദ്ധരാത്രിയിൽ അവൾ വീടിൻ്റെ മതിൽ ചാടി പുറത്തിറങ്ങി. ആകാശ് തൻ്റെ ആത്മസുഹൃത്തിൻ്റെ സഹായത്തോടെ അവളെ സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് ലളിതമായ ചടങ്ങുകളോടെ അവർ വിവാഹിതരായി. കയ്യിൽ ഒരണപ്പൈസ പോലുമില്ലാതെ, കൂട്ടിന് ആരുമില്ലാതെ, വസ്ത്രങ്ങൾ മാത്രം കരുതിയാണ് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഭയമില്ലാതെ കാലെടുത്തു വെച്ചത്. വിവാഹശേഷം അവർ നഗരത്തിൻ്റെ ഒരു തിരക്കുകളുമില്ലാത്ത മൂലയിൽ ഒരു ചെറിയ ഒറ്റമുറി വീട് വാടകയ്ക്കെടുത്തു. ആകാശിൻ്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണമായിരുന്നു അവർക്ക് ഓരോ ദിവസവും തള്ളി നീക്കാൻ. മീരയ്ക്ക് ഈ ജീവിതം തികച്ചും അപരിചിതമായിരുന്നു. AC മുറികളിലും ആഡംബര കാറുകളിലും വളർന്ന അവൾക്ക് ചോരുന്ന മേൽക്കൂരയുള്ള ആ വീട്ടിൽ കഴിയുക വലിയൊരു പരീക്ഷണമായിരുന്നു. എങ്കിലും അവൾ ഒരിക്കൽ പോലും പരാതിപ്പെട്ടില്ല. ആകാശ് ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ അവൾ പുഞ്ചിരിയോടെ അവനെ സ്വീകരിച്ചു. അവർ ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്തു. ഭാവിയിലെ വലിയ സ്വപ്നങ്ങൾ പങ്കുവെച്ച്, നമുക്ക് ഒരു ദിവസം സ്വന്തമായൊരു കൊച്ചു വീട് വേണം, എൻ്റെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആകാശ് ആവേശത്തോടെ പറയുമായിരുന്നു. മീര അവനെ സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. ആ ചെറിയ വീട്ടിൽ അവർക്ക് ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരെക്കാളും വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. ജീവിതം മെല്ലെ പച്ചപിടിച്ചു തുടങ്ങുകയായിരുന്നു. ആകാശിന് തൻ്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ലൊരു ജോലി ലഭിച്ചു. അതോടെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ശമനമായി. ഈ സന്തോഷത്തിനിടയിലാണ് അവർക്ക് ഒരു മകൾ ജനിച്ചത്. ഇശാൽ എന്നവർ അവൾക്ക് പേരിട്ടു. മകളുടെ കളിച്ചിരികൾ ആ കൊച്ചു വീടിനെ സ്വർഗമാക്കി മാറ്റി. എന്നാൽ വിധിയുടെ വിളയാട്ടം മറ്റൊന്നായിരുന്നു. മീരയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങി. കടുത്ത തലവേദനയും അസഹനീയമായ തളർച്ചയും അവളെ വിടാതെ പിടികൂടി. ജോലിത്തിരക്കും കുട്ടിയെ നോക്കുന്നതിൻ്റെ ക്ഷീണവുമാണെന്ന് കരുതി അവർ ഇത് അവഗണിച്ചു. എന്നാൽ ഒരു സായാഹ്നത്തിൽ അവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. പരിഭ്രാന്തനായ ആകാശ് അവളെ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ പരിശോധനകൾക്കും സ്കാനിങ്ങിനും ശേഷം ഡോക്ടർ ആ സത്യം വെളിപ്പെടുത്തി. മീരയുടെ തലച്ചോറിൽ മാരകമായ ഒരു മുഴ വളരുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ അടിയന്തരമായി ശസ്ത്രക്രിയ വേണം. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ആകാശ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവൻ്റെ ലോകം നിലച്ചു പോയതുപോലെ തോന്നി. താൻ ഇത്രകാലം രാപ്പകൽ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സമ്പാദ്യമെല്ലാം അവളുടെ ചികിത്സയ്ക്കായി തികയുമായിരുന്നില്ല. എങ്കിലും അവൻ തളരാൻ തയ്യാറായില്ല. സുഹൃത്തുക്കളോടും അകന്ന ബന്ധുക്കളോടും അവൻ സഹായം അഭ്യർത്ഥിച്ചു. അവൻ്റെ സ്നേഹം കണ്ട് പലരും കൈത്താങ്ങായി. ഒടുവിൽ അതിസങ്കീർണമായ ആ ശസ്ത്രക്രിയ നടന്നു. മീര മരണത്തിൻ്റെ പിടിയിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ വിധി മറ്റൊരു പരീക്ഷണം കൂടി കാത്തുവെച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവളുടെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയിരുന്നു. അവൾക്ക് സംസാരിക്കാനുള്ള ശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ടു. പണ്ട് ക്യാമ്പസിൽ ചിരിച്ചു കളിച്ച് നടന്ന മീര ഇന്ന് വീൽചെയറിലായി. ആകാശിൻ്റെ ഹൃദയം തകർന്നു. എങ്കിലും അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട മീര, നിന്നെ ഞാൻ നടത്തും പഴയതുപോലെ. നിന്റെ ശബ്ദം ഞാൻ വീണ്ടും കേൾക്കും എന്നവൻ അവൾക്ക് വാക്ക് നൽകി. പിന്നീടുള്ള ആകാശിൻ്റെ ജീവിതം പൂർണ്ണമായും മീരയ്ക്ക് വേണ്ടിയായിരുന്നു. തൻ്റെ ജോലിയും ജീവിതവും സ്വപ്നങ്ങളും മാറ്റിവെച്ച് അവൻ അവൾക്കായി സമയം കണ്ടെത്തി. ഓരോ ദിവസവും പുലർച്ചെ 5 മണിക്ക് അവൻ ഉണരും. മീരയ്ക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ അവൻ തന്നെ പാകം ചെയ്യും. അവൾക്ക് ഭക്ഷണം നൽകുന്നതും കുളിപ്പിക്കുന്നതും മരുന്ന് കൃത്യസമയത്ത് നൽകുന്നതും ആകാശ് ഒരു വ്രതം പോലെ ഏറ്റെടുത്തു. അതിനുശേഷം വേണം മകൾ ഇശാലിനെ ഒരുക്കി സ്കൂളിൽ വിടാൻ. അവന് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. കാരണം മീരയെ ഒറ്റയ്ക്കാക്കാൻ അവന് ഭയമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചികിത്സയ്ക്കായി തീർന്നുകൊണ്ടിരുന്നു. പലരും അവനെ ഉപദേശിച്ചു, ഇതൊരു വലിയ ഭാരമാണ് ആകാശ്, അവളെ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രത്തിൽ ഏൽപ്പിക്കൂ. നിനക്ക് അവിടെ പോയി അവളെ കാണാമല്ലോ. നിനക്ക് നിന്റെ ജീവിതവും ജോലിയും നോക്കണ്ടേ. എന്നാൽ ആകാശ് ഇത് കടുത്ത ദേഷ്യത്തോടെ തള്ളി. അവൾ എൻ്റെ ഭാരമല്ല, എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്.
അവൾ എൻ്റെ കൂടെയുള്ളതാണ് എൻ്റെ ജീവിതം എന്നായിരുന്നു അവൻ്റെ ഉറച്ച മറുപടി. അവൻ മീരയ്ക്ക് ഫിസിയോതെറാപ്പി നൽകാൻ ഡോക്ടർമാരുടെ സഹായത്തോടെ സ്വയം പഠിച്ചു. ഓരോ ദിവസവും മണിക്കൂറുകളോളം അവളുടെ തളർന്ന കൈകാലുകൾ അവൻ മസാജ് ചെയ്തു കൊടുത്തു. അവളിൽ വീണ്ടും ചലനം വരുമെന്ന പ്രതീക്ഷയിൽ. നാട്ടിലെ ആളുകൾ അവരെ നോക്കി അത്ഭുതപ്പെട്ടു. ഇത്രയും ആഴത്തിൽ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ആകാശ് മീരയെ വീൽചെയറിലിരുത്തി പുറത്തെ കാറ്റ് കൊള്ളിക്കാൻ കൊണ്ടുപോകും. പ്രകൃതിയുടെ പച്ചപ്പും പക്ഷികളുടെ ചിലപ്പും അവൾ ആസ്വദിക്കട്ടെ എന്ന് അവർ കരുതി. നടത്തത്തിനിടയിൽ അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. മഹാരാജാസിലെ മഴ നനഞ്ഞ ഓർമ്മകളും ലൈബ്രറി വരാന്തയിലെ ആദ്യ കൂടിക്കാഴ്ചയും അവൻ അവൾക്ക് വിവരിക്കുമ്പോൾ മീരയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു പ്രത്യേക തിളക്കം കാണാമായിരുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവളുടെ ആ നോട്ടം ആകാശിന് 1000 വാചകങ്ങളെക്കാൾ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. മകൾ ഇശാലും അമ്മയെ ശുശ്രൂഷിക്കാൻ അച്ഛനെ കഴിവിൻ്റെ പരമാവധി സഹായിച്ചു. ആ കൊച്ചു കുടുംബം സ്നേഹമെന്ന മരുന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ കടുത്ത വേദനകളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ അത്യുദ്ധാനം ചെയ്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ സാവധാനം കടന്നുപോയി. ആകാശിന്റെ കഠിനാധ്വാനവും പ്രാർത്ഥനയും വെറുതെയായില്ല. മീരയുടെ ആരോഗ്യനിലയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവളുടെ പേശികൾക്ക് ബലം ലഭിച്ചു തുടങ്ങിയിരുന്നു. ആകാശ് അവളുടെ കൈപിടിച്ച് വീടിനുള്ളിൽ ഓരോ ചുവടും വെപ്പിച്ചു. ഒരു ചെറിയ കുഞ്ഞിനെ നടത്തിക്കുന്നത് പോലെ അത്രമേൽ ജാഗ്രതയോടെ അവൻ അവളെ നടത്തിച്ചു. വീഴുമ്പോൾ താങ്ങായി അവൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആകാശ് അവൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായി മീരയുടെ ചുണ്ടുകൾ അനങ്ങി. വളരെ കഷ്ടപ്പെട്ട് അവൾ ആകാശ് എന്ന് മന്ത്രിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ ആകാശ് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. എത്രയോ കാലമായി അവൻ കാത്തിരുന്ന സ്വപ്നം കണ്ട ആ വിളി, ആ ഒരൊറ്റ വിളിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ അവൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും കണ്ണീരും അലിഞ്ഞുപോയി. അവരുടെ പോരാട്ടം വിജയിച്ചു തുടങ്ങിയായിരുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളമായിരുന്നു അത്. മകൾ ഇശാൽ വളർന്നു വലിയൊരു പെൺകുട്ടിയായി. അവൾ പഠനത്തിൽ മിടുക്കിയായിരുന്നു. ഒപ്പം മാതാപിതാക്കളുടെ ജീവിതം കണ്ട് വളർന്നതുകൊണ്ട് തന്നെ വലിയ പക്വതയും അവൾക്കുണ്ടായിരുന്നു. മീര ഇപ്പോൾ പരസഹായമില്ലാതെ കുറച്ചു ദൂരം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരം പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും ആശയവിനിമയം നടത്താൻ അവൾക്ക് കഴിഞ്ഞു. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ആകാശ് വീണ്ടും ചെറിയ ജോലികൾക്ക് പോകാൻ തുടങ്ങി. മീരയുടെ വീട്ടുകാർ ഇതിനിടയിൽ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവളെ കാണാൻ വന്നിരുന്നു. മീരയുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് വലിയ പശ്ചാത്താപം തോന്നി. അവർ പഴയ പകയെല്ലാം മറന്ന് അവരെ വലിയ വീട്ടിലേക്ക് തിരികെ ക്ഷണിച്ചു. എന്നാൽ ആകാശ് സ്നേഹപൂർവ്വം അത് നിരസിച്ചു. ഞങ്ങൾ ഈ കൊച്ചു വീട്ടിൽ ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. കഷ്ടപ്പാടുകൾക്കിടയിൽ ഞങ്ങൾ പടുത്തുയർത്തിയ ഈ സ്നേഹ സാമ്രാജ്യം വിട്ടുപോകാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അന്തസ്സോടെ സ്വന്തം കാലിൽ നിൽക്കാനായിരുന്നു അവന്റെ തീരുമാനം. ആകാശിന്റെയും മീരയുടെയും അതിജീവനത്തിന്റെ കഥ നാടൊട്ടാകെ പ്രചരിച്ചു. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായി അവരെ എല്ലാവരും ആദരവോടെ വാഴ്ത്തി. ഒരു പ്രാദേശിക പത്രം അവരുടെ ജീവിതം ഹൃദയസ്പർശിയായ രീതിയിൽ വാർത്തയാക്കി. അതോടെ ഒട്ടേറെ സുമനസ്സുകൾ സഹായ വാഗ്ദാനങ്ങളുമായി അവരെ സമീപിച്ചു. വലിയ തുകകൾ നൽകാൻ പലരും തയ്യാറായി. എന്നാൽ ആകാശ് ആ സഹായങ്ങളെല്ലാം വളരെ വിനയത്തോടെ നിരസിച്ചു. എൻ്റെ കഴിവും അധ്വാനവും കൊണ്ട് എൻ്റെ കുടുംബത്തെ അന്തസ്സായി നോക്കാൻ എനിക്ക് കഴിയും. മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കട്ടെ എന്നായിരുന്നു അവൻ്റെ പക്ഷം. അവൻ തൻ്റെ വീടിന് മുന്നിലെ ചെറിയ സ്ഥലത്ത് ഒരു മനോഹരമായ കൃഷിത്തോട്ടം ഉണ്ടാക്കി. മീരയും അവനെ സഹായിക്കാൻ വീൽചെയറിൽ ഇരുന്നും അല്ലാതെയും ഒപ്പം കൂടി. മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് അവർ തങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കരുപ്പിടിപ്പിച്ചു തുടങ്ങി. ജീവിതം അങ്ങനെ ശാന്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് മറ്റൊരു വെല്ലുവിളി ഉണ്ടായത്. ആകാശിന്റെ നാട്ടിലുള്ള അച്ഛന് സുഖമില്ലാതെയായി. പ്രായമായ അച്ഛനെയും അമ്മയും നോക്കാൻ ആരും കൂടെയില്ലായിരുന്നു. നാട്ടിൻ പുറത്തെ ആ പഴയ കൊച്ചുവീട് ഇപ്പോൾ ആകാശിനെ കാത്തിരിക്കുകയാണ്. അച്ഛനെയും അമ്മയും അവസാന കാലത്ത് നോക്കാൻ ആകാശ് പട്ടണത്തിലെ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മീരയും മകളും ഒട്ടും മടികൂടാതെ സന്തോഷത്തോടെ അവന്റെ തീരുമാനത്തിനൊപ്പം നിന്നു. നഗരത്തിലെ തിരക്കുകളും ശബ്ദ മലിനീകരണവും അവസാനിപ്പിച്ച് അവർ വീണ്ടും ആ പഴയ പച്ചപ്പുള്ള നാട്ടിൻപുറത്തേക്ക് മടങ്ങി. പാടങ്ങളും പുഴയും നിറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചെത്തിയപ്പോൾ മീരയുടെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു. മഹാരാജാസിലെ തിരക്കുകളിൽ നിന്നും അവൾ എന്നോ ആഗ്രഹിച്ച ഒരു ശാന്തതയും കുളിർമയും ആ ഗ്രാമത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു. നാട്ടിലെത്തിയ ആകാശ് അവിടെ കൃഷിയിൽ സജീവമായി. അവൻ സ്വന്തം മണ്ണിൽ അധ്വാനിച്ചു. മീരയും നാട്ടിൻപുറത്തെ ലളിതമായ സ്ത്രീകളുമായി പെട്ടെന്ന് തന്നെ ആത്മബന്ധം സ്ഥാപിച്ചു.
അവളുടെ ആരോഗ്യത്തിലെ തളർച്ചയെല്ലാം ആ നാട്ടിൻ പുറത്തെ ശുദ്ധവായുവിൽ അലിഞ്ഞുപോയി. മകൾ ഇശാൽ അവിടുത്തെ സ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. വൈകുന്നേരങ്ങളിൽ അവർ അടുത്തുള്ള പുഴയോരത്തിരുന്ന് സംസാരിക്കും. അസ്തമ സൂര്യന്റെ കിരണങ്ങൾ പുഴയിൽ പതിക്കുമ്പോൾ ആകാശ്, നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടല്ലേ, എത്രയധികം കടമ്പകളാണ് നാം മറികടന്നത് എന്ന് മീര അത്ഭുതത്തോടെ ചോദിച്ചു. അതേ മീര, പക്ഷേ ഈ ദൂരമത്രയും നീ എൻ്റെ കൈ പിടിച്ചു കൂടെയുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ആകാശ് മറുപടി നൽകി. പ്രണയമെന്നത് വെറും വിവാഹം കഴിക്കുന്നത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ വരുന്ന കഷ്ടപ്പാടുകളിൽ തളരാതെ കൂടെ നിൽക്കുന്നതാണ്. അവർ സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഒരു കല്യാണ ചടങ്ങിന് പോയപ്പോൾ മീരയുടെ അച്ഛനെ അവർ വീണ്ടും കാണാൻ ഇടയായി. അദ്ദേഹം പഴയതുപോലെ പ്രതാപിയായ ബിസിനസ്സുകാരൻ ആയിരുന്നില്ല. പ്രായം അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും തളർത്തിയിരുന്നു. തൻ്റെ മകളുടെ ലളിതമായ ജീവിതവും ആകാശ് അവളെ പൊന്നുപോലെ നോക്കുന്നതും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു. തൻ്റെ തെറ്റുകൾ അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ആകാശിന്റെ അടുത്ത് വന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിച്ചു. നിന്നെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞില്ല മോനെ. എൻ്റെ പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലാകുന്നു എൻ്റെ മകൾ നിന്റെ കൈകളിൽ എത്ര സുരക്ഷിതയും ഭാഗ്യവതിയുമാണെന്ന് എന്ന് അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു. ആ നിമിഷം മീരയുടെ മനസ്സ് നിറഞ്ഞു. തൻ്റെ പ്രണയം ഒടുവിൽ അച്ഛൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചത് അവൾക്ക് വലിയൊരു ആശ്വാസമായി മാറി. മകൾ ഇശാൽ കോളേജിൽ ചേരാനുള്ള പ്രായമായി. അവൾക്ക് പഠിക്കാൻ ഒട്ടേറെ മികച്ച കോളേജുകൾ മുന്നിലുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ മാതാപിതാക്കൾ കണ്ടതും പ്രണയിച്ചതും വളർന്നതുമായ മഹാരാജാസ് കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു അവൾക്ക് ആഗ്രഹം. അവൾ അവിടെ അഡ്മിഷൻ എടുത്തു. ആകാശും മീരയും അവളെ അവിടെ കൊണ്ടുപോയി വിട്ടു. വർഷങ്ങൾക്ക് ശേഷം മഹാരാജാസിന്റെ ആ വലിയ ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഓരോ മരച്ചുവട്ടിലും ഓരോ ഇടനാഴിയിലും അവരുടെ പഴയ പ്രണയത്തിന്റെ നിഴലുകൾ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. തങ്ങൾ കണ്ടുമുട്ടിയ അതേ സ്ഥലത്ത് മകൾ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വലിയ അഭിമാനം തോന്നി. സ്നേഹം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത് അവർ നേരിൽ കണ്ടു. ജീവിതം അതിൻ്റെ ശാന്തമായ സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. ആകാശിന്റെ മീരയുടെ മുടി നരച്ചു തുടങ്ങിയിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾ ശരീരത്തെ ബാധിച്ചു തുടങ്ങി. എങ്കിലും അവരുടെ സ്നേഹത്തിന് ഇപ്പോഴും ആ പഴയ മഹാരാജാസ് കാലത്തെ പുതുമയും ഊർജവുമുണ്ട്. ആകാശ് ഇപ്പോഴും മീരയ്ക്ക് മരുന്ന് കൃത്യമായി നൽകും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടൻ ഭക്ഷണങ്ങൾ അവൻ തന്നെ പാകം ചെയ്യും, വിളമ്പും. മീര ആകാശിന്റെ തോളിൽ ചാഞ്ഞിരിക്കുമ്പോഴാണ് താൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണെന്ന് അവന് ഓരോ നിമിഷവും തോന്നുന്നത്. പണമോ പദവിയോ അല്ല, പ്രിയപ്പെട്ട ഒരാളെ അവസാന ശ്വാസം വരെ ചേർത്ത് പിടിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒരു കർക്കിടക മാസത്തിലെ മഴയുള്ള ദിവസം അവർ വീടിന്റെ വരാന്തയിൽ മഴ നോക്കി ഇരിക്കുകയായിരുന്നു. പണ്ട് മഹാരാജാസിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ അതേ ഗന്ധമുള്ള മഴ. കാറ്റിൽ മഴത്തുള്ളികൾ അവരുടെ മുഖത്തേക്ക് അടിച്ചു വീഴുകയായിരുന്നു. ആകാശ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും എനിക്ക് നിന്നെ തന്നെ മതിയെന്ന് തോന്നുന്നുണ്ട് എന്ന് മീര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആകാശ് അവളുടെ നരച്ച മുടി തലോടി നെറ്റിയിൽ ചിരിച്ചുകൊണ്ട് ചുംബിച്ചു. സ്നേഹമെന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സുന്ദരമായ യാത്രയാണ്. അതിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. പക്ഷേ പരസ്പരമുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു വലിയ കടലും കടക്കാം. ആ മഴയുടെ സംഗീതം ആസ്വദിച്ച് നിശബ്ദമായി പരസ്പരം കൈകോർത്ത് അവർ ഇരുന്നു. ഇശാൽ തൻ്റെ പഠനം വിജയകരമായി പൂർത്തിയാക്കി ഒരു നല്ല ജോലിയിൽ പ്രവേശിച്ചു. അവൾ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത ആകാശിനും മീരയ്ക്കും ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അവർ തന്നെ വിവാഹം ആലോചിച്ചുറപ്പിച്ചതാണെങ്കിലും മകൾ ഇത്രയും വലുതായെന്ന് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലളിതമായ ഒരു വിവാഹമായിരുന്നു അവൾ ആഗ്രഹിച്ചത്. തൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് തനിക്ക് എപ്പോഴും മാതൃകയെന്നും അവരെപ്പോലെ സ്നേഹമുള്ള ഒരു കുടുംബം പടുത്തുയർത്തണമെന്നും അവൾ എപ്പോഴും പറയുമായിരുന്നു. വിവാഹ ദിവസം മകളെ കൈപിടിച്ചു കൊടുക്കുമ്പോൾ മീരയുടെയും ആകാശിന്റെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമായി കൈകളിൽ എത്തിയതോടെ തൻ്റെ ജീവിതം പൂർണ്ണമായതുപോലെ അവൾക്ക് തോന്നി. ആ ദിവസം ആ വീട് വീണ്ടും സന്തോഷത്തിന്റെ ഉത്സവപ്പറമ്പായി മാറി. വാർദ്ധക്യത്തിന്റെ എല്ലാ അവശതകളും അലട്ടുന്നുണ്ടെങ്കിലും ആകാശം മീരയും ഇപ്പോഴും ആ പഴയ പ്രണയിതാക്കളാണ്. വൈകുന്നേരങ്ങളിൽ നാട്ടിൻപുറത്തെ പുഴയോരത്ത് കൈകോർത്ത് പിടിച്ച് അവർ പതുക്കെ നടക്കും. ഗ്രാമത്തിലെ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും അതൊരു മനോഹരമായ ദൃശ്യമാണ്. പ്രണയത്തിന് മരണമില്ലെന്നും അത് വെറും ശരീരത്തെയല്ല
മറിച്ച് ആത്മാവിനെയാണ് തൊടുന്നതെന്നും അവരുടെ ജീവിതം ഉറക്കെ വിളിച്ചു പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം മഹാരാജാസിലെ മഴ നനഞ്ഞ ഇടനാഴികളിൽ നിന്നും തുടങ്ങിയ ആ സുന്ദരമായ യാത്ര ഒരു നാട്ടിൻപുറത്തെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെ നറുവെളിച്ചം പടർത്തിക്കൊണ്ട് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു.